ഇന്ന് നമ്മൾ മഹാഭാരതത്തിലെ വളരെ സവിശേഷമായൊരു കഥാപാത്രത്തിലേക്ക്, കർണനിലേക്ക് ഒന്നുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലുകയാണ്. അതെ, കർണൻ സൂര്യപുത്രനായിട്ടും സൂതപുത്രനായി അറിയപ്പെട്ട ഒരുപാട് നിന്ദകൾ സഹിക്കേണ്ടി വന്ന ഒരാൾ. ശരിയാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരുപക്ഷെ ഏറ്റവും തീവ്രമായൊരു മുഹൂർത്തമാണ്. ആ കവചകുണ്ഡലങ്ങൾ ദാനം ചെയ്ത കഥ. ആ സംഭവം അത് വെറുമൊരു ദാനമായിരുന്നില്ലല്ലോ. അല്ല. എന്തുകൊണ്ടാണ് ഈ ദാനം ഇത്രയധികം വാഴ്ത്തപ്പെടുന്നത്? നമുക്കതൊന്ന് വിശദമായി പരിശോധിക്കാം. പിന്നെ ഈ ചർച്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ കഥകളും ഇതുപോലുള്ള വിശകലനങ്ങളും കിട്ടാൻ കഥാലോകം 360 എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തീർച്ചയായും. കർണന്റെ കഥാപാത്രത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് ആ ദാനശീലം. പക്ഷെ ഈയൊരു സന്ദർഭം അത് വേറെ ലെവലാണ്. നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. പശ്ചാത്തലം കുരുക്ഷേത്ര യുദ്ധമാണ്, അല്ലേ? അതെ, യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്നു. കൗരവപക്ഷത്തെ ഒരു പ്രധാനനെയാണ് കർണൻ. അർജുനനുമായിട്ടുള്ള ആ വലിയ യുദ്ധം അടുത്തെത്തിയിരിക്കുന്നു. അതേസമയം കർണൻ ഒരു ശീലമുണ്ട്. എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് സൂര്യനെ പ്രാർത്ഥിക്കും. ആ സമയത്ത് ആരെന്ത് ചോദിച്ചാലും എന്തു തന്നെ ചോദിച്ചാലും ഇല്ലാന്നു പറയില്ല. ഈ പതിവ് കൃത്യമായി അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. ഇന്ദ്രൻ, ദേവന്മാരുടെ രാജാവ്. തന്റെ മകനായ അർജുനന്റെ കാര്യം, അർജുനന്റെ വിജയം ഉറപ്പാക്കണം. അതിന് കർണന്റെ ആ ജന്മസിദ്ധമായ കവചകുണ്ഡലങ്ങൾ ഒരു തടസ്സമാണ്. ശരിയാണ്. കാരണം ആ കവചകുണ്ഡലങ്ങൾ ഉള്ളിടത്തോളം കാലം കർണനെ ആർക്കും വധിക്കാൻ സാധിക്കില്ല. അതൊരു ദിവ്യകവചം പോലെയാണ്. അപ്പോ ഇന്ദ്രൻ എന്തു ചെയ്തു? ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്നു. അതെ, ആ പ്രാർത്ഥനാ സമയത്ത് തന്നെ കർണന്റെ മുന്നിലെത്തി. എന്നിട്ട് യാചിക്കാൻ തുടങ്ങി. പക്ഷേ നേരെ കാര്യം പറഞ്ഞില്ല തുടക്കത്തിൽ, അല്ല? ഇല്ല. ഒരു സൂചന കൊടുത്തു. താൻ ചോദിക്കാൻ പോകുന്നത് സാധാരണ ഒരു ദാനമല്ല, അങ്ങയുടെ ജീവനെ തന്നെ ആപത്തായ ഒന്നാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് എന്ന രീതിയിൽ. ഇത് കേൾക്കുമ്പോൾ ആരും ഒന്ന് പകച്ചുപോകും. സ്വന്തം ജീവനെ ആപത്താണെന്നറിഞ്ഞോണ്ട് ആരെങ്കിലും ദാനം കൊടുക്കുമോ? പക്ഷേ കർണന്റെ മറുപടി എന്തായിരുന്നു? എന്റെ ജീവൻ പോയാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ കൊടുത്ത വാക്കു പാലിക്കും, അങ്ങ് ധൈര്യമായി ചോദിച്ചോളൂ. അതാണ് കർണൻ, ആ വാക്കിന് കൊടുക്കുന്ന വില. അതെ, അവിടെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഉറച്ച നിലപാട് കാണുന്നത്. അപ്പോ ഇന്ദ്രൻ ആവശ്യം പറഞ്ഞു, ശരീരത്തിലുള്ള ആ കവചകുണ്ഡലങ്ങൾ വേണം. അത് കേട്ടപ്പോൾ കർണന് കാര്യം മനസ്സിലായി. ഇത് വെറുതെയല്ല, തന്റെ രക്ഷാകവചമാണ് ഈ ചോദിക്കുന്നത്. ഇത് കൊടുത്താൽ മരണം സംഭവിക്കാമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. പിതാവായ സൂര്യദേവനും ഗുരുക്കന്മാരുമൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ഇത് ആർക്കും കൊടുക്കരുത് എന്ന്. എന്നിട്ടും ഒരു നിമിഷം പോലും കർണൻ സംശയിച്ചില്ല. ഒരു പുഞ്ചിരിയോടെ. അതാണതിലെ അത്ഭുതം. കൊടിയ വേദന സഹിച്ചാണത് ചെയ്തത്. അത് ശരീരത്തിൽ നിന്ന് അറുത്തുമാറ്റുകയായിരുന്നു. ചിന്തിക്കാൻ പോലും വയ്യ. ആ ത്യാഗം അത് കണ്ടപ്പോൾ ഇന്ദ്രൻ പോലും അത്ഭുതപ്പെട്ടുപോയി. സ്വാഭാവികം, ഇത്രയും വലിയൊരു ത്യാഗം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. തീർച്ചയായും. കർണന്റെ ആ ധീരതയെ, ആ സത്യസന്ധതയെ മാനിച്ചുകൊണ്ട് ഇന്ദ്രൻ ഒരു വരം കൊടുത്തു. അതാണ് ആ വാസവിശക്തി എന്ന ദിവ്യാസ്ത്രം. അതെ, വൈജയന്തി എന്നും പറയും. ഒരേയൊരു തവണ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേൽ, ലക്ഷ്യം വയ്ക്കുന്ന ആരെയും വധിക്കാൻ കഴിവുള്ള ഒന്ന്. പക്ഷേ അവസാനം അത് അർജുനനെതിരെ ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ. ഇല്ല, അത് ഘടോൽക്കജനെതിരെ പ്രയോഗിക്കേണ്ടി വന്നു. അതും കർണന്റെ ജീവിതത്തിലെ മറ്റൊരു ട്രാജഡിയാണ്. അപ്പൊ ഈ കഥ ഇത് വെറുമൊരു ദാനധർമ്മത്തിന്റെ കഥയല്ല. അല്ല, ഇത് വാക്കുപാലിക്കുന്നതിന്റെ, സ്വന്തം തത്വങ്ങളിൽ, മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ്. തന്റെ ഏറ്റവും വലിയ ശക്തി, തന്റെ ജീവന്റെ രക്ഷയായ കവചകുണ്ഡലങ്ങൾ പോലും, അതും ശത്രുപക്ഷത്തിനു ഗുണകരമാകുമെന്നറിഞ്ഞിട്ടും കൊടുക്കാൻ കാണിച്ച ആ മനസ്സ്. അതുതന്നെയാണ് കർണനെ മഹാഭാരതത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ, എന്നാൽ ഏറ്റവും ദുരന്തം നിറഞ്ഞതുമായ ഒരു കഥാപാത്രമാക്കി മാറ്റുന്നത്. ഈ കഥ നമ്മളോടും ചിലതൊക്കെ പറയുന്നുണ്ടല്ലേ? തീർച്ചയായും. നമ്മുടെ വാഗ്ദാനങ്ങൾ, നമ്മൾ വിശ്വസിക്കുന്ന മൂല്യങ്ങൾ, അതിനോടൊക്കെ എത്രത്തോളം സത്യസന്ധത പുലർത്താൻ നമുക്ക് പറ്റുന്നുണ്ട്. സ്വന്തം സുഖങ്ങളെക്കാൾ, ചിലപ്പോൾ ജീവനേക്കാൾ വലുതാണ് കൊടുത്ത വാക്ക് എന്ന് കരുതുന്ന ആ ഒരു നിലപാട്, അത് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. പ്രായോഗികതയുടെ പേരിൽ നമ്മൾ പലപ്പോഴും മൂല്യങ്ങളെ മറക്കുന്നുണ്ടോ? കർണന്റെ ഈ കവചകുണ്ഡല ദാനം, ആ വാക്കിന്റെ സത്യം, ത്യാഗത്തിന്റെ മഹത്വം, അതൊക്കെ എത്ര വലുതാണെന്ന് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം ജീവനേക്കാൾ വലുതായി
കർണൻ കണ്ടത് ആ മൂല്യങ്ങളെയാണ്. ഒരുപക്ഷെ അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നും ഓർമ്മിക്കപ്പെടുന്നത്. ഈ ഒരൊറ്റ സംഭവം മതി കർണൻ എന്ന മനുഷ്യന്റെ ആഴം മനസ്സിലാക്കാൻ. ഈ ചിന്തകളോടെ ഇന്നത്തെ ഈ ചർച്ച നമ്മളിവിടെ നിർത്തുകയാണ്. യഥാർത്ഥ ദാനം, യഥാർത്ഥ ത്യാഗം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് ഒരു നിമിഷം ചിന്തിക്കാൻ ഈ കഥ നിങ്ങളെ സഹായിച്ചോ? ദ ഡീപ് ഡൈവിലെ കൂടുതൽ ആഴത്തിലുള്ള കഥകളും വിശകലനങ്ങളും കേൾക്കാനായി കഥാലോകം 360 എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.